ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലയാള സിനിമ വലിയ വലിയ കലാകാരെ കൊണ്ട് സമ്പൽ സമൃദ്ധമാണ്. വലിയ ടെക്നീഷ്യന്മാരും വലിയ സംവിധായകരും നല്ല ഗായകരും അതുപോലെ നല്ല നല്ല ആർട്ടിസ്റ്റുകളും ഒക്കെ കൊണ്ട് സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ മലയാള സിനിമ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഭരത് മുരളി, തിലകൻ, നെടുമുടി വേണു എന്ന് വേണ്ട, നമ്മൾ പറഞ്ഞു ഭരത് ഗോപി, ഇങ്ങനെ വലിയ വലിയ കലാകാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മലയാള സിനിമാ ലോകത്ത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാ മേഖലയിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ കലാകാരനുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബാലചന്ദ്ര മേനോൻ എന്ന അതുല്യ പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ നിങ്ങളൊന്ന് ഇട്ട് കണ്ടു നോക്കണം. അപ്പോൾ മനസ്സിലാവും ബാലചന്ദ്ര മേനോൻ എന്ന ആ വലിയ കലാകാരൻ്റെ അത്ഭുതകരമായ കഴിവുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. ബാലചന്ദ്ര മേനോൻ അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, അദ്ദേഹം നല്ലൊരു സംവിധായകനാണ്, നല്ലൊരു കഥാകൃത്താണ്. അതുപോലെ സിനിമയുടെ അനവധി മേഖലകളിൽ, സിനിമയുടെ വിവിധ മേഖലകളിൽ അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വലിയ താരം തന്നെയാണ് നമ്മുടെ ബാലചന്ദ്ര മേനോൻ. സകല കലാവല്ലഭൻ എന്ന് നമ്മൾ കമൽഹാസനെ വിശേഷിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ വിശേഷിപ്പിക്കേണ്ട മറ്റൊരു താരം തന്നെയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബാലചന്ദ്ര മേനോൻ. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും നമുക്കൊന്ന് എടുത്ത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ബാലചന്ദ്ര മേനോൻ്റെ പഴയ ചിത്രങ്ങളാണ്. അതായത് 80 കാലഘട്ടങ്ങളിലെ ബാലചന്ദ്ര മേനോൻ സിനിമകൾ. ഓരോ സിനിമകളും നിങ്ങൾ എടുത്തുനിന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ബാലചന്ദ്ര മേനോൻ എന്നുള്ള ആ അതുല്യ പ്രതിഭയുടെ കഴിവ് എത്രമാത്രം വലുതായിരുന്നു എന്ന്. മറ്റ് നടന്മാരെല്ലാം അഭിനയിക്കും, അവർ നല്ല രീതിയിൽ അഭിനയിക്കുകയൊക്കെ ശരിയാണ്. പക്ഷേ ബാലചന്ദ്ര മേനോൻ അഭിനയം മാത്രമല്ല, അദ്ദേഹം സിനിമയുടെ സമസ്ത മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നത് ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സിനിമ കണ്ടു, ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ. അതായത് ഇപ്പോൾ നടക്കുന്ന ഹോസ്പിറ്റലിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൊള്ളരുതായ്മകളെക്കുറിച്ച് അന്ന് ബാലചന്ദ്ര മേനോൻ ചെയ്ത സിനിമയാണ് ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ. ആ സിനിമ ഇപ്പോഴാണ് റിലീസായിരുന്നെങ്കിൽ ഒരു വലിയ ഹിറ്റായി ആ സിനിമ മാറുമായിരുന്നു. മാത്രമല്ല, ഇന്നത്തെ കാലത്തെ ഹോസ്പിറ്റലുകളിലെ ദുരവസ്ഥയെക്കുറിച്ച് അന്ന് അദ്ദേഹം എഴുതി വെച്ചു എന്നുള്ളത് അദ്ദേഹം മുൻകൂട്ടി കണ്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം തന്നെയാണ് ആ സിനിമ എഴുതിയതും അദ്ദേഹം തന്നെയാണ് സംവിധാനം ചെയ്തതും അതിലെ മെയിൻ താരമായി അഭിനയിച്ചതും ശ്രീ ബാലചന്ദ്ര മേനോൻ തന്നെയായിരുന്നു. ആ സിനിമ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു നോക്കണം. അത്രയ്ക്ക് മനോഹരമായൊരു സിനിമയാണ് ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ. രേവതിയാണ് ആ സിനിമയിൽ നായികയായിട്ട് വന്നത്. പിന്നീട് സോമൻ, സുകുമാരൻ, അങ്ങനെ ഒട്ടുമിക്ക വലിയ താരനിരയുള്ള ശ്രീവിദ്യ, അങ്ങനെ ഒട്ടുമിക്ക താരനിരയുള്ള വലിയ താരങ്ങൾ അഭിനയിച്ച ഒരു നല്ല ചിത്രം തന്നെയാണ് ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ. നെടുമുടി വേണു ഇവരൊക്കെ ഈ സിനിമയിലെ ഭാഗമായിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ സിനിമ ഒന്ന് കയറി കാണുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത് അഭിനയിച്ച സിനിമകളായിരുന്നു ചിരിയോ ചിരി, ദൈവത്തെ ഓർത്ത്, ഒരു പൈങ്കിളി കഥ, പിന്നെ അമ്മയാണ് സത്യം, അതുപോലെ വിളംബരം, കണ്ടതും കേട്ടതും. അങ്ങനെ ഒട്ടുമിക്ക നല്ല സിനിമകൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. 80 കാലഘട്ടങ്ങളിൽ ബാലചന്ദ്ര മേനോൻ സിനിമകൾ സിനിമാ പ്രേക്ഷകർക്ക്, സിനിമാ ആസ്വാദകർക്ക് ഏറ്റവും വലുത് തന്നെയായിരുന്നു. കാരണം കുടുംബ പ്രേക്ഷകരെ ഇരുത്തി ചിന്തിപ്പിക്കുകയും അവരെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മനോഹരമായ സിനിമകൾ തന്നെയായിരുന്നു ബാലചന്ദ്ര മേനോൻ സിനിമകൾ. കുടുംബ പ്രേക്ഷകരായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്ത്. കാരണം കുടുംബ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്ന സിനിമകളായിരുന്നു അദ്ദേഹം കൂടുതലും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ പടങ്ങൾ, ഞാൻ പറഞ്ഞ സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലാം കുടുംബ സിനിമകളാണ്. സാധാരണ ജനങ്ങളുടെ പൾസറിയുന്ന സിനിമകളായിരുന്നു ബാലചന്ദ്ര മേനോൻ്റെ ഒട്ടുമിക്ക സിനിമകളും. അദ്ദേഹം ദേശീയ അവാർഡ് വരെ മേടിച്ചൊരു വലിയ കലാകാരനാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഒരുപാട് നല്ല നടിമാരെ മലയാള സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹിറ്റ് നടിമാരായ പല നടിമാരും അദ്ദേഹം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നിഷേധിക്കുവാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന് പാർവതി മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തത് ശ്രീ ബാലചന്ദ്ര മേനോൻ സാറായിരുന്നു. പിന്നീട് നടി ആനി, കാർത്തിക, അങ്ങനെ ഒരുപാട് സിനിമാ നടിമാരെ മലയാള സിനിമയ്ക്ക് നല്ല നടിമാരെ കണ്ടെത്തി മലയാള സിനിമയിൽ കൊണ്ടുവന്ന ഒരു വലിയ കലാകാരൻ തന്നെയാണ് ശ്രീ ബാലചന്ദ്ര മേനോൻ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് കണ്ടു നോക്കണം. അദ്ദേഹത്തിൻ്റെ സിനിമ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം അത്രത്തോളം മനോഹരമായ സിനിമകളായിരുന്നു ബാലചന്ദ്ര മേനോൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം സിനിമയിൽ നിന്നൊക്കെ മാറി കുറേ നാൾ അദ്ദേഹം സിനിമയിൽ നിന്ന് ഇല്ലാതെ വന്നിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം മറ്റ് സംവിധായകരുടെ സിനിമകളിൽ നായകനെ അഭിനയിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് സത്യനന്ദിക്കാണ്ട് ചിത്രങ്ങളായ കുടുംബപുരാണം, സസ്നേഹം, സന്താനഗോപാലം,
അങ്ങനെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം സത്യനന്ദിക്കാടിൻ്റെ ചിത്രങ്ങളിലെ നായകനായും വന്നിട്ടുണ്ട്. അതിലെല്ലാം അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അതുപോലെ വിജി തമ്പിയുടെ അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്നീ ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം നായകനായിട്ട് തന്നെ അഭിനയിച്ച ആളാണ്. അപ്പം മറ്റു സംവിധായകരുടെ ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കലിക എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ആദ്യം വരുന്നത്. കലിക സംവിധാനം ചെയ്തത് ശ്രീ ബാലചന്ദ്ര മേനോനായിരുന്നു. അതിൽ നായികയെ വന്നത് ഷീലയായിരുന്നു. അതിൽ ബാലൻ കെ നായർ, സുകുമാരൻ, അങ്ങനെയുള്ള ഒട്ടുമിക്ക താരങ്ങളും ആ സിനിമയിലുണ്ടായിരുന്നു. കലിക എന്ന സിനിമയിലൂടെയാണ് ബാലചന്ദ്ര മേനോൻ മലയാള സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹം ആദ്യകാലങ്ങളിൽ സംവിധായകനായി, പിന്നീട് അദ്ദേഹം മലയാള സിനിമയിലെ നായക നിരയിൽ ഒന്നാം നിര നായകനായി മാറുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുവാൻ തന്നെ ഒരു പ്രത്യേക പ്രേക്ഷകരുണ്ടായിരുന്നു. ഇപ്പോഴും തന്നെ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാലചന്ദ്ര മേനോൻ സിനിമകൾ കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത്രമാത്രം ബാലചന്ദ്ര മേനോൻ ആരാധകരുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നത്തെ തലമുറകളും ആ സിനിമകൾ കണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് അത് മാത്രമല്ല, അദ്ദേഹത്തെ ഈ മിമിക്രി കലാകാരൊക്കെ ഒരുപാട് വൾഗറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അഭിനയ ശൈലി ആരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ആരെയും അനുകരിച്ചുകൊണ്ടല്ല ശ്രീ ബാലചന്ദ്ര മേനോൻ സിനിമ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് അനുകരണം, ആരുടെയും ഒരു അനുകരണമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുകരണ ശൈലിയും സ്വന്തം ശൈലിയും തന്നെയായിരുന്നു. ആ ശൈലി മലയാളികൾക്ക് വളരെ ഇഷ്ടവുമായിരുന്നു. ബാലചന്ദ്ര മേനോൻ്റെ ആ തലയെക്കെട്ടും ഇതൊക്കെ മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അന്നത്തെ തലമുറകൾ ബാലചന്ദ്ര മേനോൻ കെട്ടുന്നുണ്ട്, തലയെക്കെട്ടും കെട്ടിയൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ച ഒരു വലിയ കലാകാരൻ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാലചന്ദ്ര മേനോൻ എന്ന അതുല്യ പ്രതിഭ. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തെ നമുക്ക് മറക്കുവാൻ കഴിയില്ല. മലയാള സിനിമ എത്ര തന്നെ മുന്നോട്ട് പോയാലും ബാലചന്ദ്ര മേനോൻ എന്ന അഭിനയ പ്രതിഭയും അതുപോലെ സകല കലാവല്ലഭനും എന്നും നമ്മുടെ മലയാള സിനിമയിൽ ബാലചന്ദ്ര മേനോൻ മാത്രം തന്നെയാണ്. കാരണം അദ്ദേഹം എല്ലാ മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വലിയ കലാകാരൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും മലയാള സിനിമ മറക്കുകയേയില്ല.